ഹലോ ഗുഡ്നൈറ്റ്സ്. അങ്ങനെ ഉദ്ഘാടന മത്സരത്തിലെ തോൽവിക്ക് സ്വന്തം തട്ടകത്തിൽ കണക്കിലെടുത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഇന്നലെ ഹൈദരാബാദിൽ വെച്ചാണ് മത്സരത്തിൽ ഡിഫൻഡിംഗ് ചാമ്പ്യന്മാരായ RCBയെ 55 റൺസിനാണ് സൺറൈസേഴ്സ് ഇന്നലെ തോൽപ്പിച്ചത്. ഇന്നലെ RCB സൺറൈസേഴ്സിനോട് തോറ്റെങ്കിലും ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് അവർ ഈ ഒരു ഗ്രൂപ്പ് സ്റ്റേജ് ഫിനിഷ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്വാളിഫയർ 1 ഗുജറാത്ത് ടൈറ്റൻസ് ആയിട്ട് കളിക്കുകയും ചെയ്യും. പ്ലേ ഓഫിൽ കടന്ന 3 ടീമുകൾക്കും ഒരേ പോയിന്റാണുള്ളത്. അതായത് RCBക്കും ഗുജറാത്തിനും സൺറൈസേഴ്സിനും 18 പോയിന്റ് വീതമാണുള്ളത്. സൺറൈസേഴ്സിന് നല്ല ക്വാളിഫയർ 1 കളിക്കണമെങ്കിൽ RCB ഒരു 165, 166 ആ ഒരു സ്കോറിൽ ഒതുക്കണമായിരുന്നു. പക്ഷെ സൺറൈസേഴ്സിന് അത് സാധിച്ചില്ല. അങ്ങനെ ആ മോഹം എന്തായാലും ഒന്നുമില്ല, നമ്മുടെ തലയില്ല. എലിമിനേറ്റർ കളിക്കാനാണ് സൺറൈസേഴ്സിൻ്റെ വിധി. അപ്പോൾ അടുത്ത പ്ലേസിൽ ആരാ വരുന്നതെന്നായിരിക്കും സൺറൈസേഴ്സ് ഉറ്റുനോക്കുന്നത്. രാജസ്ഥാനാണോ, പഞ്ചാബാണോ, കൊൽക്കത്തയാണോ, അതോ ഡൽഹിയാണോ? ഇന്നലത്തെ മത്സരത്തിലെ ഹീറോ മറ്റാരുമല്ല, ഇഷാൻ കിഷനാണ് ഇന്നലെ സൺറൈസേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുത്തത്. കഴിഞ്ഞ ഉദ്ഘാടന മത്സരത്തിലും സൺറൈസേഴ്സിന് വേണ്ടി നല്ലൊരു ഇന്നിങ്സ് കാഴ്ചവെച്ചത് ഇഷാൻ കിഷൻ തന്നെയായിരുന്നു. ആ ഒരു പെർഫോമൻസിന് ബാക്കി കൂടിയാണ് ഇന്നലെ ബാംഗ്ലൂരിനെതിരെ കണ്ടത്. 79 റൺസാണ് ഇന്നലെ ഇഷാൻ കിഷൻ നേടിയത്. അതും 46 പന്തിൽ 8 4 3 6 ഉൾപ്പെടെ. ഇന്നലെ ടോസ് നേടിയ സൺറൈസേഴ്സ് ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് ബാറ്റിംഗ് തന്നെ എടുക്കുകയായിരുന്നു. ആ ഒരു ഇൻറ്റൻറ്റ് തന്നെ RCBക്കെതിരെ നല്ലൊരു കൂറ്റൻ സ്കോർ എടുത്തുയർത്തി ചെറിയൊരു സ്കോറിന് ഡിഫെൻഡ് ചെയ്ത് ക്വാളിഫയർ 1 കളിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് പാറ്റ് കമിൻസ് ആ ഒരു ഡിസിഷൻ ഇന്നലെ എടുത്തത്. ആ ഒരു തീരുമാനം ശരിയെന്ന് തോന്നുന്ന വിധത്തിൽ തന്നെയായിരുന്നു സൺറൈസേഴ്സിൻ്റെ ഇന്നത്തെ ബാറ്റിങ്ങും. അതായത് RCBയെ പോലുള്ള നല്ല ബാറ്റിംഗ് സ്ട്രെങ്ത് ഉള്ള ഒരു ടീമിനെതിരെ 200 എബോവൊന്നും പോലെ ഒരു 250 എബോവെങ്കിലും നേടുക എന്നൊരു ലക്ഷ്യത്തോടെ തന്നെയായിരുന്നു ഇന്നലെ സൺറൈസേഴ്സിൻ്റെ ബാറ്റിംഗ്. ആ ഒരു ലക്ഷ്യം അവർ കൃത്യമായി നടപ്പാക്കുകയും ചെയ്തു. തുടക്കത്തിലെ ആക്രമണം നയിച്ചുപോയിട്ട് സൺറൈസേഴ്സ് ഓപ്പണേഴ്സായ അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡിനെ പവർ പ്ലേയിൽ റാസിക് നല്ലൊരു യോർക്കിലൂടെ കൊടുത്തായെങ്കിലും പിന്നീട് വന്ന ഇഷാൻ കിഷനും ഹെൻറി ക്ലാസും കൂടി ഹൈദരാബാദിൽ വെടിക്കെട്ട് പൂരം തന്നെ നടത്തുകയായിരുന്നു. ഇങ്ങനെ അഭിഷേക് ശർമ്മയെ പുറത്താക്കാനുള്ള 2-3 അവസരങ്ങൾ RCB ഫീൽഡേഴ്സ് പാഴാക്കി കളയായിരുന്നു. അത് അത്ര ഈസി വൺസൊന്നുമല്ല, ഒരു ബൗണ്ടറി ലൈൻ സേവുകളും കാര്യങ്ങളാണ്. പക്ഷെ അത് ആ ഒരു ചാൻസസ് ഒന്ന് വിക്കറ്റിലേക്ക് കൺവേർട്ട് ചെയ്തെങ്കിൽ സൺറൈസേഴ്സിന് 1 ആണെങ്കിൽ പിടിച്ചു കെട്ടായിരുന്നു. പ്രത്യേകിച്ച് അഭിഷേക് ശർമ്മയെ പോലെയുള്ള ബാറ്റർമാർ അവരൊക്കെ അഴിഞ്ഞാടാൻ വിടാൻ അനുവദിച്ചാൽ അവർ ശരിക്കും നന്നായി അഴിഞ്ഞാടും അറിയാം. അഭിഷേക് ശർമ്മ ഇന്നലെ 22 പന്തിൽ 4 4 5 6 ഉൾപ്പെടെ 56 റൺസാണ് ഇന്നലെ സൺറൈസേഴ്സിന് വേണ്ടി നേടിയത്. മൂന്നാം വിക്കറ്റിലേക്ക് ചേർന്ന ഹെൻറി ക്ലാസൻ ഇഷാൻ കിഷൻ കൂട്ടുകെട്ടാണ് RCBയുടെ കഥ ശരിക്കും കഴിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ 48 പന്തിൽ 113 റൺസിന്റെ പാർട്ട്ണർഷിപ്പാണ് ഇരുവരും കൂടി മൂന്നാം വിക്കറ്റിൽ കൂട്ടിച്ചേർത്തത്. ആ ഒരു പാർട്ട്ണർഷിപ്പ് തന്നെയാണ് ഇന്നലെ സൺറൈസേഴ്സിനെ ഒരു കൂറ്റൻ സ്കോറിലേക്ക് എത്തിച്ചത്. ഒരു പക്ഷേ IPL ഏറ്റവും ഹയസ്റ്റ് ടോട്ടൽ ഇന്നലെ കിടക്കുന്നു ചോദിച്ചു. അതുപോലെ തന്നെ 300 റൺസ് അടിക്കുന്നൊക്കെ ഇന്നലെ പ്രതീക്ഷിച്ചു പോയി. കാരണം അമ്മാതിരടിയായിരുന്നു ഇരുവരും കൂടി ഇന്നലെ RCBക്കെതിരെ അടിച്ചത്. 15 ഓവറിൽ തന്നെ ഹൈദരാബാദ് സ്കോർ 200 കടന്നു. അവസാന വിക്കറ്റായിട്ടാണ് ഇഷാൻ കിഷൻ ഇന്നലെ പുറത്തായത്. ഇഷാൻ കിഷൻ ഇന്നലെ 46 പന്തിൽ 8 4 3 6 ഉൾപ്പെടെ 79 റൺസാണ്. അതുപോലെ തന്നെ ഹെൻറി ക്ലാസിൻ്റെ ഒരു ഇന്നിങ്സും. ഹെൻറി ക്ലാസിന് ഈ സീസണിലുള്ള വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. 24 പന്തിൽ 2 4 5 6 ആണ് ഇന്നലെ ഹെൻറി ക്ലാസൻ അടിച്ചെടുത്തത്. 51 റൺസ്. ഇന്നത്തെ ആ ഒരു ഇന്നിങ്സോടുകൂടി ഓറഞ്ച് ക്യാപ്പ് റേസിൽ പുള്ളിക്ക് 3-ാം സ്ഥാനത്ത് എത്താൻ സാധിച്ചു. അതായത് വൈഭവ് സൂര്യവംശിയെ മറികടക്കാൻ സാധിച്ചു. ഇനി മുന്നിലുള്ളത് GTയുടെ ഓപ്പണേഴ്സായ സായി സുദർശൻ ശുഭ്മാങ്കിലും കൂടിയാണ്. അവസാനം നിതീഷ് കുമാർ റെഡ്ഡിയുടെ ഭാഗമൊന്നും കണ്ട് നല്ല അടിപൊളി കിടിലൻ ഫിനിഷ്. അതായത് 12 പന്തിൽ 1 4 3 6 ഉൾപ്പെടെ 29 റൺസാണ് നിതീഷ് കുമാർ റെഡ്ഡി ഇന്നലെ സൺറൈസേഴ്സിന് വേണ്ടി സൺറൈസേഴ്സിനെ ഒരു മികച്ച സ്കോറിലേക്ക് എത്തിച്ചത്. ഇന്നലെ ഭുവനേശ്വർ കുമാർ അടക്കമുള്ള RCBയുടെ മെയിൻ ബോളേഴ്സ് എല്ലാവരും കണക്കിന് തല്ല് വാങ്ങിക്കൂട്ടായിരുന്നു. ഭുവനേശ്വർ കുമാർ ഇന്നലെ 4 ഓവർ വിട്ട് കൊടുത്തത് 51 റൺസാണ്. ഒരു വിക്കറ്റ് പോലും ഇന്നലെ നേടാൻ സാധിച്ചില്ല. അതുപോലെ തന്നെ ജോഷ് ഹേസൽവുഡ് 4 ഓവറിൽ വിട്ടുകൊടുത്തത് 55 റൺസ്. ജോഷ് ഹേസൽവുഡ് എറിഞ്ഞ 13-ാം ഓവറിൽ ഹെൻറി ക്ലാസ് ഇന്നലെ അടിച്ചെടുത്തത് 27 റൺസാണ്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് കുറച്ച് ഓവറുകളാണ് അവർ കുറച്ചൊന്ന് പിടിച്ചിടുന്നത്. ആദ്യ സ്പെല്ലൊക്കെ നല്ല കണക്കിന് തല്ല് വാങ്ങിയിരുന്ന ടൈം. ഇന്നലെ RCB ബോളേഴ്സ് എല്ലാവരുടെയും എക്കണോമി 12 എബോവ് ആണ്. അതായത് ഒരു ഓവറിൽ 12 റൺ റേറ്റ് വെച്ചാണ് എല്ലാ ബോളേഴ്സിനും ഇന്നലെ കിട്ടിയത്. അങ്ങനെ സൺറൈസേഴ്സിൻ്റെ ഈ ഒരു കൂറ്റൻ സ്കോർ ചേസ് ചെയ്യാനായിട്ട് വിരാട് കോഹ്ലി വെങ്കടേഷ് അയ്യരും വരുന്നു. കാരണം കഴിഞ്ഞ മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്ന ജേക്കബ് ബത്തലിനെ പുറത്തിരുത്തിയാണ് ഇന്നലെ RCB കളിക്കാൻ ഇറങ്ങിയത്. അതായത് അതിലൊരു നല്ലൊരു തീരുമാനമായി തോന്നി. കാരണം തുടർച്ചയായി വളരെ മോശം ഇന്നിങ്സ് കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന പ്ലെയറാണ് ജേക്കബ് ബത്തൽ. ഫിൽസാട്ടിന് പകരമായിരുന്നു ജേക്കബ് ബത്തൽ RCBയുടെ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് വന്നത്. ഫിൽസാട്ട് പ്ലേ ഓഫ് തൊട്ട്
RCB ടീമിനൊപ്പം ചേരുന്നു പറയേണ്ടത്. ഇന്നലെ ബെഞ്ചിലൊക്കെ ഫിൽസാറിനെ കണ്ടിരുന്നു. അപ്പം തീർച്ചയായും ഫിൽസായിട്ട് പ്ലേ ഓഫ് കളിക്കാൻ സാധ്യതയുണ്ട്. അത് RCBക്ക് ഒരു ആശ്വാസമായിരിക്കും. അപ്പോൾ വെങ്കിടേഷയിലും വിരാട് കോഹ്ലിയും കൂടി നല്ലൊരു തുടക്കം RCBക്ക് സമ്മാനിക്കുന്ന, എസ്പെഷ്യലി വെങ്കിടേഷയുടെ ഭാഗത്ത് കിടിലൻ സ്റ്റാർട്ട് തന്നെയായിരുന്നു അവിടെ വെങ്കിടേഷയുടെ വക RCBക്ക് വേണ്ടി നടന്നത്. പവർ പ്ലേയിലെ 5-ാം ഓവറിൽ വെങ്കിടേഷനെയും പവർ പ്ലേയിലെ അവസാന ഓവറിൽ വിരാട് കോഹ്ലിയും അടക്കി സൺറൈസേഴ്സ് ഹൈദരാബാദ് ആ ഒരു വെടിക്കെട്ട് ഓപ്പണിംഗ് അവിടെ ഫിനിഷ് ചെയ്യായിരുന്നു. വെങ്കടേഷ് അയ്യർ ഇന്നലെ 19 പന്തിൽ 4 വീതം 4ഉം 6ഉം ഉൾപ്പെടെ 44 റൺസാണ് ഇന്നലെ RCBക്ക് വേണ്ടി നേടി നല്ലൊരു കിടിലൻ സ്റ്റാർട്ട് നൽകിയത്. ഇന്നലെ RCB പവർ പ്ലേയിൽ തന്നെ 75 സ്കോർ മറികടന്നു. ഒരു പക്ഷേ ആ ഒരു കൂറ്റൻ സ്കോർ ചേസിയും തന്നെ ഇന്നലെ ആ ഒരു ഫസ്റ്റത്തെ ആ ഒരു ഓപ്പണിംഗ് കണ്ടപ്പോൾ തോന്നി. പിന്നീട് ദേവദത്ത് പടിക്കൽ വന്ന ദേവദത്ത് പടിക്കൽ വന്നെങ്കിലും അധികം വലിയൊരു ഇന്നിങ്സ് ഒന്നും കാഴ്ചവെക്കാൻ സാധിച്ചില്ല. ഒരു 14 പന്തിൽ 21 റൺസ് മാത്രം ഇന്നലെ ദേവദത്ത് പടിക്കലിന് നേടാനായുള്ളൂ, 2 4 ഒരു 6 ഉൾപ്പെടെ. എന്നാൽ 4ാം വിക്കറ്റിൽ ഒത്തുചേർന്ന രജത് പട്ടിദാറും അതുപോലെ തന്നെ കൃണാൽ പാണ്ഡ്യയും ചേർന്ന് RCBയെ വിജയത്തിലെത്തിക്കുമെന്ന് തോന്നിച്ചെങ്കിലും ആ ഒരു വിജയ പ്രതീക്ഷകളെ അവസാനിപ്പിച്ചത് സീസണിലെ ആദ്യമായി പന്തെറിയാൻ വന്ന ട്രാവിസ് ഹെഡായിരുന്നു. എറിഞ്ഞ 2ാം പന്തിൽ തന്നെ ക്യാപ്റ്റൻ രജത് പട്ടിദാറിനെ പുറത്താക്കി ഏകദേശം RCBയുടെ കയ്യിൽ നിന്ന് വിജയം തട്ടിയിടുകയായിരുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദ്. 4ാം വിക്കറ്റിൽ ഇരുവരും കൂടി 84 റൺസാണ് നമ്മുടെ RCBക്ക് വേണ്ടി കൂട്ടിച്ചേർത്തത്. രജത് പട്ടിദാറിൻ്റെ നല്ലൊരു കിടിലൻ ക്യാപ്റ്റൻസ് നോക്ക് തന്നെയായിരുന്നു നല്ല കണ്ടത്. 39 പന്തിൽ 6 4ഉം ഒരു 6ഉം ഉൾപ്പെടെ 56 റൺസ്. ഇന്നലെ 6കൾ കുറച്ച് കുറവായിരുന്നു പട്ടിദാറിൻ്റെ സാധനം. ഈ ഒരു 56 റൺസിലെത്തുമ്പോൾ കൂടുതലും 6കളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് കാണാറ്. പക്ഷെ ഇന്നലെ കൂടുതലും 4കളാണ് കണ്ടത്. 56 റൺസാണ് ഇന്നലെ നേടിയത്. അതുപോലെ തന്നെ കൃണാൽ പാണ്ഡ്യ ഇന്നലെ 5 4 മാത്രം ഉൾപ്പെടെ 31 പന്തിൽ 41 റൺസ്. ഇന്നലെ കൃണാൽ പാണ്ഡ്യ നോട്ട് ഔട്ടാണ്, ഔട്ടായില്ല. മത്സരത്തിൻ്റെ ഒരു ഘട്ടം പിന്നിട്ടപ്പോൾ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് തോന്നിയിട്ടുണ്ടാവും ഇനിയിപ്പോൾ മത്സരം ജയിക്കാൻ സാധ്യതയൊന്നുമില്ല, എങ്കിൽ ആ സൺറൈസേഴ്സിൻ്റെ ക്വാളിഫയർ ഒന്ന് കളിക്കുക എന്നുള്ള മോഹം നമുക്ക് ഇല്ലാതാക്കാം. അങ്ങനെയൊരു ഇന്നിങ്സാണ് ഇന്നലെ രജത് പട്ടിദാറും കൃണാൽ പാണ്ഡ്യയ്ക്ക് ചേർന്ന് നടത്തിയത്. അങ്ങനെ ബാംഗ്ലൂരിൽ 166 ഒതുക്കുക എന്ന ലക്ഷ്യം അവിടെ നടപ്പായില്ല. ബാംഗ്ലൂർ 200 സ്കോറിൽ 204 എന്ന നിലയിലാണ് ഇന്നലെ അവരുടെ ബാറ്റിംഗ് അവസാനിപ്പിച്ചത്. ഒരുപക്ഷെ ഒരു അനാവശ്യ റിസ്കി ഷോട്ടുകൾ എടുത്ത് വേണമെങ്കിൽ ഓൾ ഔട്ടായി പോകുന്ന കളിയാണ് ഇന്നലെ പട്ടിദാറും അതുപോലെ തന്നെ കൃണാൽ പാണ്ഡ്യയും ചേർന്ന് നല്ലൊരു സെൻസിബിൾ ഇന്നിങ്സ് കളിച്ച് ഇന്നലെ ടോപ്പ് ഫസ്റ്റ് തന്നെയായിട്ട് തന്നെ ഇന്നലെ RCB ഫിനിഷ് ചെയ്തു. അങ്ങനെ ബാംഗ്ലൂർ ഗുജറാത്തുമായിട്ട് ക്വാളിഫൈഡ് 1 കളിക്കാൻ പോവുകയാണ്. സൺറൈസേഴ്സിൻ്റെ എതിരാളി ആരായെന്ന് ഇന്നോ നാളെയായിട്ട് അറിയാം. നാളത്തെ രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് മുംബൈ മാച്ച് കഴിയണ വരെ കാത്തിരിക്കണം. രാജസ്ഥാൻ ജയിക്കാൻ രാജസ്ഥാൻ പ്ലേ ഓഫ് കിടക്കും, അല്ലെങ്കിൽ നാളത്തെ ഡൽഹി വേഴ്സസ് KKR മാച്ച് വരെ കാത്തിരിക്കണം. അടുത്ത അതായത് സീസണിലെ അവസാന മത്സരം വരെ കാത്തിരിക്കണം. പ്ലേ ഓഫിലെ 4ാം സ്ഥാനക്കാർ ആരാണെന്ന് അറിയാം. നാളെ രാജസ്ഥാൻ ജയിക്കാൻ അവർ ക്വാളിഫൈ ചെയ്യും, ബട്ട് ഇല്ലെങ്കിൽ ഇതാണ് സ്ഥിതി. അപ്പോൾ അടുത്തൊരു മാച്ചിൻ്റെ വിശേഷമായി വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.